ശ്രീമതി രാധിക, ഇവിടെ ഈ സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടി, ശരിയാണ്. പക്ഷേ മറ്റ് സ്ഥാപക നേതാക്കളിൽ 3 പേർ ഇപ്പോഴും ജയിലിലാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു നേതൃത്വ പ്രതിസന്ധിയാണ്. ആരാണ് ഈ പാർട്ടിയെ ഇനി നയിക്കാൻ പോകുന്നത്? ഡൽഹിയിൽ നിന്ന് ഭരിക്കുമെന്ന് കെജ്രിവാൾ പറയുമ്പോഴും പ്രായോഗികമായി ഇനി അത് എത്രത്തോളം സാധ്യമാകും? പിന്നെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ BJP ശ്രമിക്കുമെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ ആരൊക്കെ ഇനി ആ വലയിൽ വീഴും? ഇങ്ങനെയൊക്കെയുള്ള കടുത്ത പ്രതിസന്ധി ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേരിടുന്നുണ്ടല്ലോ. സഞ്ജയ് സിംഗ് എന്ന MP-ക്ക് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയെന്നും അതുകൊണ്ട് ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടി പ്രകടിപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ ശിവശങ്കർ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. അതിനോടുകൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ ചോദിക്കാനും ഓർമ്മപ്പെടുത്താനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോപി ഛഗൻ ഭുജ്ബലിൻ്റെയും ശാരദ ചിറ്റ് ഫണ്ട് സ്കാമിൻ്റെയും അജിത് പവാറിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് അത് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഓൾഡ് ന്യൂസ്, ഇറ്റ് ഈസ് നോട്ട് എക്സൈറ്റിംഗ് ന്യൂസ് എന്നുള്ള രീതിയിൽ സാറ് അതിനെ തള്ളി പറഞ്ഞു. പക്ഷെ സാറ് മനസ്സിലാക്കണം, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഏത് നേതാവിന് വേണ്ടി, ഇന്നലെ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമൻ, നമ്മളുടെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ, ഒരു ചർച്ചയിൽ പറഞ്ഞു, വളരെ ഓപ്പൺലി പറഞ്ഞു, എവ്രിബഡി ഈസ് വെൽക്കം ഇൻ BJP. ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കും, കേസുകൾ ഉള്ള വ്യക്തികളാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ പാർട്ടിയുടെ നയം. സോ ആർക്ക് വേണമെങ്കിലും, അജിത് പവാർ ആയാലും ഛഗൻ ഭുജ്ബൽ ആയാലും ആർക്ക് വേണമെങ്കിലും തന്നെ BJP-യിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ED, നമ്മൾ പൗരന്മാരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ടാക്സ് പേയേഴ്സിൻ്റെ നൽകുന്ന നികുതി ശമ്പളമായിട്ട് വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദേ ആർ അക്കൗണ്ടബിൾ ടു ദി ഇന്ത്യൻ സിറ്റിസൺ, ടു ദി ഇന്ത്യൻ സ്റ്റേറ്റ്. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഇറ്റ്സ് എ പ്രൈവറ്റ് എൻറ്റിറ്റി. BJP-യിൽ ആര് തന്നെ മെമ്പർഷിപ്പ് എടുത്താലും what does it have to do with the case file opened by the Enforcement Directorate? Enforcement Directorate ഇവരുടെ എതിരെ കേസ് ഫയൽ തുറന്നിട്ടുണ്ട്. ആ കേസ് ഫയൽ അടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? why is it coinciding with their joining the BJP? ആ ഒരു ലിങ്ക് ആർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? ശ്രീ ഛഗൻ ഭുജ്ബൽ മൾട്ടിപ്പിൾ അഴിമതിയുടെ കേസസിൽ 2.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞേച്ച് വന്നിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫയൽ ഇന്ന് കാണാനില്ല എന്നാണ് ED പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാട്ട് ഡസ് ഹിസ് ജോയിനിങ് ദ BJP ഹാവ് ടു ഡു വിത്ത് ED ക്ലോസിംഗ് ഹിസ് ഫയൽ? രണ്ടും തമ്മിൽ ED അത്രയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടൈമിങ്ങിൻ്റെ ഒരു കെമിസ്ട്രി ഉള്ളത്? അതിനെക്കുറിച്ച് ആർക്കും ഒന്നും സാധാരണ റാഷണലി ചിന്തിക്കാൻ ശേഷിയുള്ള ഏതൊരു വ്യക്തിയും ചോദിക്കുമല്ലോ. BJP-യിൽ ആര് വേണേ വരട്ടെ പോകട്ടെ, ആ കേസ് ഫയൽ അന്വേഷണം പൂർത്തിയാക്കാതെ ആ കേസ് ഫയൽ ED-ക്ക് ക്ലോസ് ചെയ്യാനുള്ള അർഹതയില്ല. യു ആർ അക്കൗണ്ടബിൾ ടു ദ സിറ്റിസൺസ്. ഞങ്ങൾ നൽകുന്ന നികുതി വാങ്ങിയാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധം വേണം. ആ കേസിൽ നിങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യു ക്ലോസ് ദ ഫയൽ വെൻ ദ പേഴ്സൺ ജോയിൻസ് BJP. ഇസ്ന്റ് ഇറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് കെമിസ്ട്രി? പിന്നെ ആം ആദ്മി പാർട്ടിയുടെ മണി ട്രെയിൽ, ശക്തമായ മണി ട്രെയിൽ എന്നെല്ലാം ഒരു എന്താ പറയുന്നത്, ഡ്രമാറ്റിക് ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ പോലെ എല്ലാവരും പ്രഖ്യാപിക്കും. ED-യിലെ ആൾക്കാരും ഇപ്പം ദേ ഹാവ് ബിക്കം പൊളിറ്റീഷ്യൻസിനെ മാതിരി തന്നെയാണ് അവർ ഡയലോഗ്സ് അടിക്കുന്നത്. വളരെ എന്താ പറയുന്നത്, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ്. ആൻഡ് അവർ ചോദ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ അരവിന്ദ് കെജ്രിവാളുമായിട്ടും ഡൽഹിയുമായിട്ടും ഒരു കണക്ഷനും ഇല്ലെന്ന് പറയുന്നു, അറസ്റ്റ് ചെയ്യുന്നു, 6 മാസക്കാലം ജയിലിൽ കഴിഞ്ഞ് ദർ ഇസ് എ ട്രെയിൽ. അവർ ഇലക്ട്രൽ ബോണ്ട് നൽകി കഴിയുമ്പോഴാണ് അവർക്ക് ബെയിൽ കിട്ടുന്നത്. സോ there is, what is this money trail?
ആൻഡ് അമിത്ഷായും മോദിജിയും എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുന്നത്, ലെജിറ്റിമേറ്റ് വേ ഓഫ് ഏർണിംഗ് മണി. പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മണി യൂസ് ടു ചേഞ്ച് ഹാൻഡ്സ് ഇൻ റിട്ടേൺ ഫോർ പോളിസി. ഇതിനെ ലെജിറ്റിമൈസ് ചെയ്തു, ബ്രൈബറിയെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പല ട്രെയിലുകളും ഇറങ്ങി വരുന്നു. ഭാരതി എയർടെലിന് അവരുടെ ബ്രിട്ടീഷ് മേജർ യൂടെൽസാറ്റ് വൺ വെബിന് വാഗ്ദാനങ്ങൾ നൽകിയതായിട്ട് 234 കോടി BJPക്ക് കിട്ടിയതോടെ എളുപ്പത്തിൽ 144 MP-മാരെ സസ്പെൻഡ് ചെയ്ത ആ സമയത്തിൽ ആണ് സ്പെക്ട്രത്തിൻ്റെ ഓപ്ഷൻ നടന്നിരിക്കുന്നത്. ഓപ്ഷൻ നടത്താതെ തന്നെ ദേ ചേഞ്ച് ദ പോളിസി. സുപ്രീം കോടതി 2012 ഓർഡർ പാസ്സാക്കിയതാണ് ദാറ്റ് സ്പെക്ട്രം ഷാൽ ബി ഓപ്ഷൻഡ്. അതിനെ മാറ്റിക്കൊണ്ടാണ് സ്പേസ് സ്പെക്ട്രം, സാറ്റലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ വിൽപ്പന നടന്നിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ദിസ് ഷുഡ് ബി ക്വസ്റ്റ്യൻഡ്. 2G സ്പെക്ട്രം ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ ഇതും ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഇന്നാളിൽ പറഞ്ഞതുപോലെ എന്തുമാത്രം കമ്പനീസാണ് ഡ്രഗ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസിനെ ഫെയിൽ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് 10 ദിവസത്തെ സസ്പെൻഷൻ ഓർഡറാണ് ഫാക്ടറീസിന് കൊടുത്തിരിക്കുന്നത്. 10 days. നമ്മളുടെ ജീവൻ അത്രയ്ക്ക് വിലയുള്ളൂ. ആൻഡ് അവരൊക്കെ ഇലക്ട്രൽ ബോണ്ട്സ് മേടിച്ചിട്ടുണ്ട്. പലരുടെ എതിരെ കേസ് ഫയൽ തുടങ്ങിയിട്ടുണ്ട് ED. വാട്ട് ഹാപ്പൻ ടു ദോസ് കേസസ്? ആരാണ് ചോദിക്കുന്നത്? സംബഡി മസ്റ്റ് ഫയൽ. നമ്മൾക്ക് സോ എനിക്ക് പറയാൻ മടിയില്ല. പക്ഷേ ശ്രീമതി രാധിക, ഫൈനലി എല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്, ഓൾ ദീസ് മാറ്റേഴ്സ് ആർ ടു ബി ബീങ് ഷുഡ് ബി ക്വസ്റ്റ്യൻഡ് ഇൻ ദ കോർട്ട്. പക്ഷെ കോടതിയിൽ നിന്ന് ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ തരത്തിലൊരു അനുകൂലമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. കാരണം അതുവരെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പോലും കോടതി മറ്റൊരു തരത്തിൽ ഇടപെട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്വതന്ത്രമായ അവരുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറിയിട്ടില്ല. ശ്രീ സത്യപാൽ മലിക് 8 മാസം മുമ്പ് കാലം പറഞ്ഞ കാര്യം മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ. അദ്ദേഹം 8 മാസം മുമ്പ് പ്രഖ്യാപിച്ച കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്ന അരവിന്ദിനെ ജയിലിൽ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. സോ കസ്റ്റഡിയിൽ എടുത്താലും യു ഹാവ് ടു കം അപ്പ് വിത്ത് പ്രൂഫ്. ആൻഡ് ശ്രീ ശിവശങ്കർ പറഞ്ഞു, ശരിയാണ്, മദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഗുജറാത്തിൽ 10-30 കൊല്ലമായിട്ട് ഭരിക്കുന്ന ഒരു BJP സർക്കാരുണ്ട്. പ്രൊഹിബിഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. എന്നാൽ കൂടി നമ്മൾ എന്നും മാധ്യമങ്ങൾ നിങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. വ്യാജ മദ്യം കുടിച്ച് എത്ര പേരാണ് എല്ലാ ആഴ്ചയും മരിക്കുന്നത്? ഗുജറാത്തിലുള്ള എല്ലാ ആൾക്കാരും പറയും സിംഗിൾ മോൾട്ട് തൊട്ട് സ്കോച്ച് വിസ്കി തൊട്ട് എന്ത് വേണമെങ്കിൽ ഗുജറാത്തിൽ കിട്ടും. എന്തുകൊണ്ടാണ്? അവിടെ സർക്കാരുണ്ടോ? എന്തുകൊണ്ടാണ് വ്യാജമദ്യം അവിടെ ലഭിക്കുന്നത്? ഈ വ്യാജമദ്യത്തിൻ്റെ ഒരു ലോബി തന്നെ ഇവർക്ക് ഡൽഹിയിൽ സെറ്റപ്പ് ചെയ്യാൻ എല്ലാ ഉദ്ദേശവും ഉണ്ടായിരുന്നു. അത് പറ്റാതെ പോയതാണ്. ദർ ഇസ് ഇൻറ്റൻസ് മാലിസ്. 3 പ്രാവശ്യമായിട്ടാണ് ഡൽഹിയിലെ ആൾക്കാർ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ശിവശങ്കർ സർ പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ കാര്യം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല അരവിന്ദ് കെജ്രിവാൾ ഓർഡർ പാസ്സാക്കിയത്. സമ്മർ കാലമാണ്, ഇറ്റ് ഇസ് സമ്മർ ടൈം. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകരുത്. ഉണ്ടായിട്ടുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ അത് പറഞ്ഞേനെ. BJP എന്താ പറയുന്നത്, BJPയുടെ വളരെ അടുപ്പമുള്ള കമ്പനീസ് കൺട്രോൾ ചെയ്യുന്ന എന്തുമാത്രം മീഡിയ ചാനൽസ് ഉണ്ട്, അവരൊക്കെ പുറത്തിറക്കിയേനെ. 105 വാട്ടർ ബോഡീസ് ആണ് ഡൽഹി ഗവൺമെന്റ് പണിതിരിക്കുന്നത് കുടിവെള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് ആരും തന്നെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു താങ്കളോട്. നിങ്ങളുടെ നേതൃത്വ പ്രതിസന്ധിയെ നിങ്ങൾ ഈ സഞ്ജയ് സിംഗിന് അനുകൂലമായി വന്നിരിക്കുന്ന ഈ കോടതി വിധി വെച്ച് എങ്ങനെ പരിഹരിക്കുമെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. There is no പ്രതിസന്ധി ഇല്ല. അരവിന്ദ് കെജ്രിവാൾ is in jail. അദ്ദേഹത്തിനോട് കോടതി പറഞ്ഞല്ലോ, you can run the government from jail. There's nobody and nothing that says in the constitution that a government can't run. Systems are in place. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡൽഹിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ്, they are
പ്രൂഫ്ഡ് അഗേൻസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻഎഫിഷ്യൻസീസ്. ഈ നമ്മൾ പോളിസി ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് വ്യക്തി അതിനെ നയിക്കുന്നു അതിന് ഉപരി ആ സിസ്റ്റത്തിന് ഒരു എഫിക്കസി, ഒരു എഫിഷ്യൻസി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഗുഡ് പോളിസി ഡിസൈൻ ഇസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ദൈനംദിന ആവശ്യങ്ങൾ അനുസരിച്ച് ഒരു സിസ്റ്റം, അത് റവന്യൂ ഫ്ലോയിൻ്റെ ആണെങ്കിലും ഫയൽ എന്താ പറയുന്നത് പെർമിഷൻസിൻ്റെ കാര്യമാണെങ്കിലും സ്കൂളുകളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഫിനൈൽ തൊട്ട് ലൈറ്റുകൾ തൊട്ട് ചോക്ക് വരെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊക്യൂർമെന്റിന്റെ സിസ്റ്റംസും ഇതൊക്കെ എഫിഷ്യൻ്റ്ലി അത് ലേ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് നടക്കും.